എല്ലാവർക്കും നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ്. അതിൽ തന്നെ പലതരം മാഗ്നറ്റുകളെക്കുറിച്ചും ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ടെക്സ്റ്റിലൊരു ഫിഗർ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഇതിൽ ഒരു ഇലക്ട്രിക് കണ്ടക്ടർ, ഒരു ഇലക്ട്രിക് സർക്യൂട്ട്, സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഒരു കാർഡ്ബോർഡിലൂടെ തുളച്ച് ഇറക്കി നിർത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. ആ ഇലക്ട്രിക് സർക്യൂട്ട് കാർഡ്ബോർഡിന് പെർപെൻഡിക്കുലറായിട്ട് ലംബമായിട്ട് വരത്തക്ക രീതിയിലാണ് ആ കാർഡ്ബോർഡിലൂടെ തുളച്ചിറക്കി നിർത്തിയിരിക്കുന്നത്. ഇനി അവിടെ ഒരു സെല്ലുണ്ട്, സ്വിച്ചുണ്ട്, റിയോസ്റ്റാറ്റും ഉണ്ട്. കറണ്ടിൻ്റെ ഡയറക്ഷൻ നമുക്കറിയാം. എപ്പോഴും സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റുകളിൽ അതിന് ചുറ്റിനുമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റിനും എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ സെല്ലിൻ്റെ പോസിറ്റീവ് ടു നെഗറ്റീവിലേക്കാണ്. അതായത് അതിൻ്റെ കറണ്ടിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും? എ ടു ബി, ബി ടു സി, സി ടു ഡി, പിന്നെ അവിടുന്ന് സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക്, അങ്ങനെ എ ബി സി ഡി എന്നുള്ള ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എക്സ് എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ അവിടെ മുകളിലേക്കാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കുമ്പോൾ എക്സ് എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ അവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ സിയിൽ നിന്ന് ഡിയിലേക്കാണ്, താഴേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആ സാഹചര്യത്തിലും വൈ എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നുള്ളതും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ഡിവൈസ് യൂസ് ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഡിവൈസ് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കോമ്പസ് നീഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ്. ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സർക്യൂട്ടിൽ എയ്ക്കും ബിക്കും ഇടയിൽ വൈദ്യുത പ്രവാഹ ദിശ എയിൽ നിന്ന് ബിയിലേക്കാണോ ബിയിൽ നിന്ന് എയിലേക്കാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാതെ എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇനി മാഗ്നറ്റിക് കോമ്പസിലെ ഉത്തരധ്രുവം നിരീക്ഷിച്ച് എക്സിന് ചുറ്റുമുള്ള ഭാഗത്ത് കാന്തിക മണ്ഡല രേഖ പ്രദക്ഷിണ ദിശയിലാണോ അപ്രദക്ഷിണ ദിശയിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സിമ്പിൾ മെത്തേഡ് ഉള്ളത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. 2.5 എന്ന് പറയുന്ന ഫിഗർ കണ്ടോ? അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ടിലെ എ തൊട്ട് ബി വരെയുള്ള ഒരു ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കാണെന്നറിയാം. ഏത് പാർട്ടിലെ മാഗ്നറ്റിക് ഫീൽഡാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ പാർട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ നമ്മൾ ചുരുട്ടി പിടിച്ചിരിക്കുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ടോ തള്ളവിരൽ കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് പിടിക്കണം. ഇവിടെ ഇപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴെ നിന്ന് മുകളിലേക്ക് ആയതുകൊണ്ട് തമ്പ് എങ്ങോട്ടാണ് പിടിച്ചിരിക്കുന്നത്? പെരുവിരൽ മുകളിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ചുരുട്ടി പിടിച്ചിരിക്കുന്ന വിരലുകളുടെ ഡയറക്ഷൻ നോക്കിയേ. ആ വിരലുകളാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് തരുന്നത്. അതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് കാണിക്കാനാണ്. അതിന് ചുറ്റിനും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സർക്കിൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൽ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ചാലകത്തെ ചുറ്റിയിരിക്കുന്ന വലത് കൈയുടെ വിരലുകളുടെ ദിശയും കാന്തിക മണ്ഡല രേഖകളുടെ ദിശയും തുല്യമായിരിക്കും. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വലതുകൈ പെരുവിരൽ നിയമമാണ് നാം മനസ്സിലാക്കിയത്. അതായത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലതു കൈകൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. ഇതേ നിയമം മാക്സ്വെല്ലിൻ്റെ വലംപിരി സ്ക്രൂ നിയമം അഥവാ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നും അറിയപ്പെടുന്നു. ഒരു വലംപിരി സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ, അതായത് സ്ക്രൂവിൻ്റെ ടിപ്പ് നീങ്ങുന്ന ദിശ വൈദ്യുത പ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ, സ്ക്രൂവിൻ്റെ ഹെഡിൽ പിടിച്ചല്ലേ നമ്മൾ തിരിക്കുന്നത്, അത് മൂവ് ചെയ്യുന്ന ദിശയെന്ന് പറയുന്നത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ഫിഗറിൽ ഒരു സ്ക്രൂ ഉള്ളതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. നമ്മളിത് ഊരിയെടുക്കാൻ വേണ്ടി ലൂസാക്കാനായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതിൻ്റെ ഹെഡ് പോർഷൻ തിരിക്കുക അല്ലേ. അപ്പോൾ അത് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ഹെഡ് ഭാഗം തിരിയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ. ടിപ്പ് ഭാഗം അപ്പം മുകളിലേക്ക് പൊങ്ങി വരും അല്ലേ, അത് ലൂസ് ആവുന്നതനുസരിച്ച്. ടിപ്പ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ മുകളിലേക്ക് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും മുകളിലേക്ക്. ഓക്കെ.
അതുപോലെ തന്നെ നേരെ തിരിച്ചും അതിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് പോർഷനിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുന്നു. അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ. അപ്പോൾ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ ടിപ്പ് താഴേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ട്. നമ്മൾ പഠിച്ച ഈ എക്സ്പെരിമെൻറ്റ്, സെയിം എക്സ്പെരിമെൻറ്റ് തന്നെ സ്ക്വയർ ഷേപ്പിലെ സർക്യൂട്ടിന് പകരം കാർഡ്ബോർഡിനുള്ളിലൂടെ തുളച്ച് നമ്മളൊരു റിങ് സർക്യൂട്ടാണെന്ന് കൺസിഡർ ചെയ്യുക. നമ്മുടെ സർക്യൂട്ടിൻ്റെ ഷേപ്പ് ഒരു റിംഗ് ഷേപ്പിലാക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും നമുക്ക് നോക്കാം. സി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, സെല്ലിൻ്റെ പൊളാരിറ്റി നോക്കുക. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ടിൻ്റെ ഫ്ലോ എന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ഡയറക്ഷനാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എക്സ്പെരിമെൻറ്റിൽ നിന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് മുകളിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമുക്കറിയാം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കറണ്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അതുകൊണ്ട് തന്നെ എക്ക് ചുറ്റിനുമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആണെന്ന് നമുക്കറിയാം. ഇനി ഈ കോയിലിൻ്റെ തന്നെ സെൻറ്ററിൽ ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോക്കുക. കറണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഔട്ട് ഫ്രം ദ കോയിൽ. അതായത് നമ്മൾ ആ കോയിലിനെ ഫേസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മളിലേക്ക് അടുക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ശരിക്കും ആ കോയിലിൽ നിന്ന് പുറത്തേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മളിലേക്ക് അടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമ്മൾ ഈ ബാറ്ററിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കറണ്ട് പോസിറ്റീവ് ടു നെഗറ്റീവ് തന്നെ ഫ്ലോ ചെയ്യും, ഓക്കെ. പക്ഷേ നമ്മൾ ഈ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കോയിലിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത കറണ്ട് ഇനി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ ടു ദ കോയിലിനുള്ളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാം, കമ്പിച്ചുറ്റുകളിലെ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ കാന്തിക മണ്ഡല രേഖകളുടെ ദിശ പുറത്ത് നിന്ന് ചുറ്റിനുള്ളിലേക്കായിരിക്കും. കമ്പിച്ചുറ്റുകളിലെ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ കാന്തിക മണ്ഡല രേഖകളുടെ ദിശ പുറത്ത് നിന്ന് ചുറ്റിനുള്ളിലേക്കായിരിക്കും. എന്നാൽ വൈദ്യുത പ്രവാഹം അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ കാന്തിക മണ്ഡല രേഖ ചുറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്കായിരിക്കും. ഈ സെയിം എക്സ്പെരിമെൻറ്റിൽ തന്നെ നമ്മൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ, ആ കോയിലിനെ നമ്മൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വെച്ചിരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരിക, അതായത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ ഒരു ലൈൻ വരച്ചിട്ട് മാഗ്നറ്റിക് കോമ്പസിനെ നമ്മൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ഈ ലംബ രേഖയിലൂടെ മധ്യഭാഗത്തു നിന്ന് ഇരു ദിശകളിലേക്കും മാഗ്നറ്റിക് കോമ്പസിനെ നീക്കി നോക്കുകയാണ്. ചാലകത്തിൻ്റെ കാന്തിക പ്രഭാവം ഇല്ലാതാകുന്നതോടെ കാന്തസൂചി തെക്ക് വടക്കായി നിൽക്കും. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ഈ മാഗ്നറ്റിക് കോമ്പസിൽ ഡിഫ്ലക്ഷൻ കാണിക്കുകയും അതിനുശേഷം എന്ത് പറ്റും, ഈ കോമ്പസിൽ ഡിഫ്ലക്ഷൻ ഇല്ലാണ്ടായിട്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാത്രമായിട്ടത് നിലനിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനർത്ഥം അതിനപ്പുറത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡ്